അങ്ങനെ കാലുകുത്തിക്കാതിരിക്കാൻ വെറുതെ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? പഴകുളം മധുവെ അടൂരിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ CPM-കാർ അനുവദിക്കണം. ഇതേ കേരളമാണ്. നിഷ്പക്ഷരായ ഒട്ടേറെ ജനങ്ങൾ വിഷയത്തിൻ്റെ മെറിറ്റ് മനസ്സിലാക്കി ഇടപെടുന്ന ആളുകളുള്ള സംസ്ഥാനമാണ് കേരളം. അഭ്യസ്തവിദ്യരായ ജനങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഇത്തരം പ്രസ്താവനകളെ അർഹിക്കുന്ന അവജ്ഞയോടെ കേരളം കാണും. അതിനെതിരെ ശക്തമായി ഇടപെടും. ഒരു കാരണവശാലും കേരളത്തിലെ മലയാളികൾ വികാരത്തോട് പെരുമാറുന്ന മലയാളിയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മൂന്നാം തവണയും LDF-ന്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും. തീർച്ചയായും അനുവദിക്കില്ല. ജീവൻ കൊടുത്തും ഞങ്ങളുടെ മന്ത്രിയോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്നതിനുള്ള സൂചന എല്ലായിടവുമായിട്ടുണ്ട്. അപ്പം അതിനെ തകർക്കുവാൻ, അപ്പം അവസാന നിമിഷങ്ങളിൽ അതിനെ തകർക്കുവാൻ വേണ്ടി കോൺഗ്രസ്സുകാർക്ക് മറ്റു വിഷയദാരിദ്ര്യമുണ്ട്. അവരുടെ പാർട്ടിക്കുള്ളിലെ സംഘടനാ പ്രശ്നങ്ങളും വ്യാജ പണം തട്ടി മാറ്റലും ഒക്കെ ഉണ്ട്. അപ്പം അതിനെ മറയ്ക്കാൻ ഇതൊരു വീണവിദ്യ. ഞങ്ങൾ ഒരാൾ അവശേഷിക്കുന്ന കാലം വരെ വീണ ജോർജിനെ ഞങ്ങൾ സംരക്ഷിക്കും. വീണയോടൊപ്പം ഞങ്ങളുണ്ട്. വീണ എന്തിനാ സംരക്ഷിക്കാതിരിക്കണ്ടേ? ഈ സമര പരിപാടികളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത് ഈ 9 വർഷക്കാലമായിട്ട് അവർക്ക് ഭരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കാനില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും പുച്ഛിച്ചു തള്ളുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞങ്ങൾ ജില്ലാ തലത്തിൽ നിന്ന് യൂണിറ്റ്, മേഖല, വില്ലേജ് തലത്തിലേക്ക് ഈ സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നു. പൂർണ്ണ പിന്തുണ കൊടുക്കുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വീണ ജോർജിന് ഈ സമരം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ വിജയം വരെ ഞങ്ങൾ സമരം ചെയ്യും. വിദ്വേഷമാണ് അവരുടെ വീണ ജോർജിന് വേണ്ടി പൂർണ്ണ പിന്തുണ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. അവരുടെ ഉദ്ദേശം വന്നിട്ട് ഞങ്ങളുടെ നല്ല പ്രവർത്തികളെല്ലാം മറച്ചു വെക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നത്. അത് അവർക്ക് സഹിക്കുന്നില്ല. അതിനുവേണ്ടി അവർ ഓരോ കാരണങ്ങൾ കണ്ടെത്തുക. തീർച്ചയായിട്ടും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയിലെ ഓരോ വനിതാ സഖാക്കളും ആരോഗ്യമന്ത്രിയുടെ കൂടെ ഉണ്ടെന്നുള്ള ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുക കൂടിയാണ്. ഞങ്ങളുടെ ജീവൻ കൊടുത്താണെങ്കിലും ഞങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഞങ്ങൾ സംരക്ഷിക്കും. വീണ ജോർജിന് ഐക്യദാർഢ്യം. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് വീണ ജോർജിന് വേണ്ടി പൊരുതും. ജില്ലയിലുള്ള സകലമാന മഹിളാ അസോസിയേഷൻ്റെ കൂടുതലും വീണ ജോർജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ. സഖാവ് വീണ ജോർജിന് ഐക്യദാർഢ്യം. ഞങ്ങൾ എല്ലാവരും വീണ ജോർജിനോടൊപ്പമുണ്ട്. കോൺഗ്രസ് സമരം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സമരം, അത്ര തന്നെ. വേറെ സമരങ്ങളൊന്നും എടുക്കാനില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഒരു സമരത്തിന് ഇറങ്ങിയിരിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ കാലുകുത്തിക്കാതിരിക്കാൻ വെറുതെ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? പഴകുളം മധുവെ അടൂരിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ CPM-കാർ അനുവദിക്കണം. ഇതേ കേരളമാണ്. നിഷ്പക്ഷരായ ഒട്ടേറെ ജനങ്ങൾ വിഷയത്തിൻ്റെ മെറിറ്റ് മനസ്സിലാക്കി ഇടപെടുന്ന ആളുകളുള്ള സംസ്ഥാനമാണ് കേരളം. അഭ്യസ്തവിദ്യരായ ജനങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഇത്തരം പ്രസ്താവനകളെ അർഹിക്കുന്ന അവജ്ഞയോടെ കേരളം കാണും. അതിനെതിരെ ശക്തമായി ഇടപെടും. ഒരു കാരണവശാലും കേരളത്തിലെ മലയാളികൾ വികാരത്തോട് പെരുമാറുന്ന മലയാളിയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മൂന്നാം തവണയും LDF-ന്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും. തീർച്ചയായും അനുവദിക്കില്ല. ജീവൻ കൊടുത്തും ഞങ്ങളുടെ മന്ത്രിയോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്നതിനുള്ള സൂചന എല്ലായിടവുമായിട്ടുണ്ട്. അപ്പം അതിനെ തകർക്കുവാൻ, അപ്പം അവസാന നിമിഷങ്ങളിൽ അതിനെ തകർക്കുവാൻ വേണ്ടി കോൺഗ്രസ്സുകാർക്ക് മറ്റു വിഷയദാരിദ്ര്യമുണ്ട്. അവരുടെ പാർട്ടിക്കുള്ളിലെ സംഘടനാ പ്രശ്നങ്ങളും വ്യാജ പണം തട്ടി മാറ്റലും ഒക്കെ ഉണ്ട്. അപ്പം അതിനെ മറയ്ക്കാൻ ഇതൊരു വീണവിദ്യ. ഇതിനകത്ത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരോഗ്യമന്ത്രിയുടെ വികസന പ്രവർത്തനം, പ്രത്യേകിച്ച് പത്തനംതിട്ട ആറന്മുള മണ്ഡലത്തിനകത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള, പ്രത്യേകിച്ച് ഈ നഗരപ്രദേശത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പല കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഈ അഭിപ്രായ പ്രകടനങ്ങളെയെല്ലാം പുച്ഛത്തോടെ തള്ളുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ട്. അവർ ഈ വീണ ജോർജിന് അനുകൂലമായിട്ട് ഐക്യദാർഢ്യത്തോടു കൂടി മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടുള്ളത്, കേരളത്തിൽ ആദ്യമായിട്ടാണ്
പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു, സമരങ്ങൾ നടത്തുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഒരാളുടെ വീട്ടിലേക്ക്, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിലേക്ക് സമരം നടത്തി അക്രമം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായി BJPയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം മാറ്റി നിർത്തുവാൻ വേണ്ടിയിട്ടുള്ളത്, ഈ രാഷ്ട്രീയത്തെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ആരോഗ്യമന്ത്രിയുടെ വികസന പ്രവർത്തനങ്ങളെ നെഞ്ചോട് തീർക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളൊക്കെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമരത്തിൻ്റെ ഭാഗമായി ഇവിടെ വന്നിട്ടുള്ളത്.